ഡെൽ 1610 HD പ്രൊജക്ടറിൻ്റെ റിവ്യൂ ആണ്. മുൻപ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രൊജക്ടറിൻ്റെ പ്രവർത്തനം അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത വീഡിയോസൊന്നും അധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ മുൻഭാഗം. ഇവിടെ ലെൻസിനായിട്ട് ഇതുപോലൊരു ക്യാപ്പ് നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഡസ്റ്റും ഫംഗലും ഒന്നും കയറാതെ ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് സെറ്റ് ചെയ്യാവുന്നതാണ്. പുറകിലായിട്ടുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുവലി സൂം കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൂം വേണ്ടതെന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 3 ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫൂട്ടുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വേണ്ട വിധം ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹൈറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊജക്ടറിൻ്റെ മുകൾ വശത്തായിട്ടാണ് അതിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഓൺ ഓഫ് ചെയ്യാനും അതുപോലെ സോഴ്സ് സെലക്ട് ചെയ്യാനും തുടങ്ങിയ ഫിസിക്കൽ ബട്ടൺസ് എല്ലാം മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊജക്ടറിൻ്റെ പിൻവശത്തായിട്ടാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് സോക്കറ്റുകളെല്ലാം നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് AC സോക്കറ്റ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ടൊരു HDMI സോക്കറ്റ്. ഇവിടെ 2 VG ഇൻപുട്ടുകൾ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ടൊരു SPDIN നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് RCA സോക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് 3.5 mm ഓഡിയോ ഇൻപുട്ട് ഓഡിയോ ഔട്ട്പുട്ട് ജാക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു LAN സോക്കറ്റ് നൽകിയിട്ടുണ്ട്. 3500 ANSI ലുമൻസ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു പ്രൊജക്ടറാണിത്. WXGA നേറ്റീവ് റെസൊല്യൂഷനുള്ള DLP ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന നല്ല കോൺട്രാസ്റ്റ് റേഷ്യോയും നല്ല പിക്ചർ ഔട്ട്പുട്ടും ഉള്ളൊരു പ്രൊജക്ടറാണിത്. ഇപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് റൂമിൽ ലൈറ്റുള്ള സമയത്താണ്. നമുക്കിനി ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഒന്ന് നോക്കാം. ഇത് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. 3500 ANSI ലുമൻസ് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടറാണ്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് 20,000 രൂപയ്ക്കാണ്. ഇതൊരു റീഫബ്രിഷ്ഡ് പ്രൊജക്ടറാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ നല്ലൊരു പ്രൊജക്ടറാണിത്. ഇതാണ് ഇതോടൊപ്പം നൽകിയ റിമോട്ട്. പ്രൊജക്ടറിൻ്റെ ഫുൾ ഓപ്ഷനുകളും അതുപോലെ ഷോർട്ട് കട്ട് കീസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു റിമോട്ട് തന്നെയാണിത്. 200 മുതൽ 250 ഇഞ്ച് വരെയൊക്കെ വലിപ്പത്തിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടറാണിത്. ഞാനിപ്പോൾ ഇതിൻ്റെ മെനു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാരണമാണ് എൻ്റെ ക്യാമറ ഫോക്കസ് ഔട്ട് ആവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ക്യാമറ കുറച്ചുകൂടെ അടുത്തായിട്ട് പിടിച്ചിട്ടുള്ള റിസൾട്ടാണ്. എങ്കിലും ഈ പറയുന്ന തൊട്ട് ഇതിൽ നിന്ന് വരുന്ന ബ്രൈറ്റ്നസ് അസാധ്യമായ ഒരു ബ്രൈറ്റ്നസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് ഓപ്ഷൻ വരുന്നത്. ഇതിനകത്ത് നമുക്ക് HDMIയും VGയും AV തുടങ്ങിയ ഇൻപുട്ട് മോഡൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് വേണ്ട ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. തൊട്ടടുത്തായിട്ടുള്ളത് പിക്ചർ സെറ്റിങ്സ് ആണ്. അതിനകത്ത് ഡിഫോൾട്ടായിട്ട് പ്രസൻറ്റേഷൻ, മൂവി, ബ്രൈറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല ഔട്ട്പുട്ട് റിസൾട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ടടുത്തായിട്ടുള്ളത് ഇതിൻ്റെ ആസ്പെക്റ്റ് റേഷ്യോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ 16:10, 4:3 തുടങ്ങിയ ആസ്പെക്റ്റ് റേഷ്യോകളുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട വിധം സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് ലാമ്പിൻ്റെ ഡീറ്റെയിൽസും ലാമ്പിൻ്റെ സെറ്റിങ്സുമാണ്. ഇതിൽ നോർമൽ, എക്കോ 2 മോഡുകളാണുള്ളത്. അതിൽ എക്കോ മോഡൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലാമ്പ് ലൈഫ് കിട്ടുന്നതായിരിക്കും. തൊട്ടടുത്തായിട്ട് വരുന്നത് അതിൻ്റെ പ്രൊജക്ഷൻ മോഡുകളും കീ സ്റ്റോൺ കറക്ഷനും ഒക്കെയാണ്. നമ്മൾ വാളിലാണോ അതുപോലെ സീലിങ്ങിനാണോ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓപ്ഷൻസൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രൊജക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷനാണ്. പ്രൊജക്ടർ മോഡലും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽസാണ് തൊട്ടടുത്തായിട്ടുള്ളത്. അവസാനമായിട്ട് അതിൻ്റെ ഓഡിയോ സെറ്റിംഗ്, പവർ സെറ്റിംഗ്, അതിൻ്റെ ഫാക്ടറി സെറ്റിങ്സ് എല്ലാം ഉള്ള ഓപ്ഷനാണുള്ളത്. ഞാനിപ്പോൾ എൻ്റെ കൈവശമുള്ള 4K MI ബോക്സ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. MI ബോക്സിൽ നിന്നുള്ള ഔട്ട്പുട്ടിൽ നിന്നും പ്രൊജക്ടറിൻ്റെ HDMI ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 1080p നേറ്റീവ് റെസൊല്യൂഷനുള്ള നിലവിൽ മാർക്കറ്റിലുള്ള LED പ്രൊജക്റ്റുകളേക്കാൾ റിസൾട്ടിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണിത്. ഇതിന് കോർണർ ബ്ലറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ടെക്സ്റ്റ് കണ്ടൻറ്റുകളൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. നമ്മളൊരു ലാപ്ടോപ്പിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നോ HDMI കേബിൾ ഉപയോഗിച്ചോ അതോ VGA കേബിൾ ഉപയോഗിച്ചോ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ മികച്ചതാണ്.
ഇപ്പോൾ വരുന്ന LED പ്രൊജക്റ്റുകളെല്ലാം മൂവി കാണാൻ നല്ലതാണെങ്കിലും ടെക്സ്റ്റ് കണ്ടൻറ്റുകളൊക്കെ അതായത് ഡോക്യുമെൻറ്റുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വളരെ മോശം റിസൾട്ടാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ലാപ്ടോപ്പിൽ നിന്നും ഡെസ്ക്ടോപ്പിൽ നിന്നും കണക്ട് ചെയ്യുമ്പോൾ വേണ്ടത്ര റിസൾട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിരവധി LED പ്രൊജക്റ്റുകൾ അത് നോട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള റിസൾട്ട് അസാധ്യമായ റിസൾട്ടാണ്. അതുപോലെ നല്ലൊരു കളർ റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. വളരെ വ്യക്തമായിട്ടും വളരെ ക്ലിയറായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അത് LED പ്രൊജക്റ്റുകൾ അത്രത്തോളം കിട്ടുന്നില്ല. അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ ആയാലും അതിൻ്റെ പിക്സൽസുകൾ, ഇതൊരു DLP പ്രൊജക്ടറാണ്. 3LCD പ്രൊജക്റ്റുകളേക്കാൾ നല്ല റിസൾട്ട് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2-3 അടി അടുത്ത് വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ പിക്സൽസ് അറിയാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും അത് വളരെ വലുതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. LED പ്രൊജക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലും ഇത് മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അസാധ്യമായ ബ്രൈറ്റ്നസ്സാണ് ഇതിനുള്ളത്. ശരിക്കും ഒരു 120 ഇഞ്ചൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ ഇപ്പോൾ വരുന്ന 4K പ്രൊജക്റ്റുകളോടൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു റിസൾട്ട് ഇന്നത് കിട്ടുന്നുണ്ട്. അതുപോലെ 4K അല്ലെങ്കിൽ 1080 ഇൻപുട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഇത് റെൻഡർ ചെയ്ത് തരുന്നുണ്ട്. സിനിമയൊക്കെ കാണുമ്പോൾ അതിലെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ 20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്ടറാണ്. നിലവിൽ ഇത് മാർക്കറ്റിൽ ഇല്ല. ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം 58,000 രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ സെല്ലറിൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കും അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത് മാത്രമല്ല അവരുടെ നിരവധി പ്രൊജക്റ്റുകൾ ഉള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ്. ഇത് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതായത് ബഡ്ജറ്റിലൊക്കെ ഒരു ബ്രാൻഡഡ് പ്രൊജക്ടർ വാങ്ങി ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രൊജക്ടറാണ്. നിങ്ങൾ തുടർന്ന് ഇതിനകത്തുള്ള വീഡിയോകൾ കാണുക. അതായത് ഈ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പ്രൊജക്ഷൻ റിസൾട്ടുകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. വ്യത്യസ്തമായ കുറേയധികം വീഡിയോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഏകദേശം 300 വാട്ട്സിനകത്ത് ഏകദേശം 275 സംതിങ് വാട്ട്സാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത്. അതുപോലെ ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്തൊരു സ്പീക്കർ വരുന്നുണ്ട്. HDMI, AV, VGA ഇൻപുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ വ്യത്യസ്തമായ ഇൻപുട്ട് നിങ്ങൾക്ക് ഇതിന് നൽകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫയർ TV സ്റ്റിക്ക് അല്ലെങ്കിൽ MI ബോക്സ് തുടങ്ങിയ ആൻഡ്രോയിഡ് ഡിവൈസുകളും കൂടാതെ സെറ്റപ്പ് ബോക്സുകളെല്ലാം ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ബഡ്ജറ്റ് വാങ്ങി സെറ്റ് ചെയ്യാൻ പറ്റിയ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്ടറാണ്. ഇതിൻ്റെ കൂടെ പവർ കോഡും റിമോട്ടുമാണ് അവർ നൽകുന്നത്. അതുപോലെ അവർ പുതിയ ലാമ്പ് ഉൾപ്പെടെയാണ് ഇത് നൽകുന്നത്. എനിക്ക് പുതിയ ലാമ്പ് ഉൾപ്പെടെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. ഞാനിത് അഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ പുതിയ ലാമ്പ് തന്നെയായിരുന്നു. അതുപോലെ ലാമ്പ് നിങ്ങൾക്ക് എക്കോ മോഡിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേയധികം ലാമ്പ് ലൈഫ് കിട്ടുന്നതായിരിക്കും. നോർമൽ മോഡിലാകുമ്പം അതിൻ്റെ ലാമ്പ് ലൈഫ് കുറച്ചുകൂടെ കുറയുന്നതായിരിക്കും. മാക്സിമം ബ്രൈറ്റ്നസ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. എക്കോ മോഡിൽ തന്നെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ്നസ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.